ഹലോ, ഹെഡ്മിലോടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈസി പിസ്സ കാണിച്ചു തരണമെന്ന്. അപ്പോൾ ഇന്ന് ഇത് രാവിലെ തന്നെ തീരുമാനിച്ചിരുന്നു, ഇന്ന് വൈകിട്ട് ഇതുണ്ടാക്കണമെന്ന്. അതിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി, അത്യാവശ്യം വേണ്ട ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കേണ്ടതൊക്കെ ഉച്ച കഴിഞ്ഞപ്പോഴേ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ ഇത് ഇത്തിരി ലേറ്റായി. ഇപ്പോൾ രാത്രിയിലാണ് ഞാനിത് ചെയ്യുന്നത്. റീസണൊക്കെ ഞാൻ പിന്നെ പറയാം. ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ബേസ് ഉണ്ടല്ലോ, അത് റെഡിയാക്കാം. അപ്പോൾ അതാ പിസ്സ ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് മൈദ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മൈദക്കകത്താണ് ഉണ്ടാക്കുന്നത്. 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പാതിരാത്രിയിലെ പാചകം. ഉപ്പ് കൂടി ചേർക്കാം, ഒരു 1/2 ടീസ്പൂൺ, അല്ലെങ്കിൽ ഉപ്പ് പാകത്തിന് അങ്ങനെ കണക്കാക്കിയാൽ മതി. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര. ഇതെല്ലാം കൂടെ ഇട്ടിട്ടാണ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്യണ്ടേ. പെട്ടെന്നൊക്കെ പിസ്സ വേണമെന്ന് പറഞ്ഞാൽ ഈ മെത്തേഡേ ഉള്ളൂ. ഇനി നമുക്ക് വേണം തൈര്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒത്തിരി പുളി ഇല്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. പുളി ഉള്ളതാണെങ്കിൽ കുറച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ആദ്യം ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഈസ്റ്റ് ഇല്ലാതെ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഈ മെത്തേഡിൽ ചെയ്യുന്നത്. പുളി കുറവുള്ള തൈരാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി 1-2 ടേബിൾ സ്പൂൺ കൂടി ഒഴിക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തത് ഒരു ലേശം പുളിച്ചിട്ടുണ്ട്. അതായത് ഫ്രിഡ്ജിൽ നിന്നും നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള തൈര് വേണം ഒഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ആദ്യം തന്നെ ഒത്തിരി അങ്ങ് ഒഴിക്കേണ്ട. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു, കണ്ടോ? ഇതുപോലെ. ഇനി ലേശം എണ്ണ ഒഴിക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നന്നായിട്ട് റെഡിയാക്കി. ഇനി നമുക്കിതൊരു കുറഞ്ഞതൊരു 15 മിനിറ്റിനും അരമണിക്കൂറിനും ഇടയ്ക്ക് ഒന്ന് അടച്ചു വെച്ചേക്കാം. ഇത് കണ്ടിട്ട് ആരും വെജിറ്റേറിയൻകാർ ഓടരുത്. ഇതില്ലാതെയും തീർച്ചയായിട്ടും ചെയ്യാം. ഞാനിപ്പോൾ ഇതിനകത്ത് ഇത്തിരി ചിക്കൻ ഇടുന്നതേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വെജിറ്റേറിയൻകാർക്ക് തീർച്ചയായിട്ടും ഇത് അവോയ്ഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 5 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത്രത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഞാൻ റൂം ടെമ്പറേച്ചറിലാവാൻ എടുത്ത് വെച്ചപ്പോൾ കുറച്ച് കൂടുതൽ എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ ഇത് വീണ്ടും മാറ്റണ്ടല്ലോ, അതുകൊണ്ട് അങ്ങ് എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനെ കുഞ്ഞി പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ കുഞ്ഞി പീസാക്കി വെച്ചിട്ടുണ്ട്. ഇത് വേവുമ്പോൾ തീരെ ചെറിയ പീസാവുമേ. ഇനി നമുക്കിതിലേക്ക് ഇത്തിരി മസാലകൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ മസാല ഞാൻ ഇടുന്നത് തന്നെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിൻ്റെ ഇഷ്ടമുള്ള മസാലയാക്കി മാറ്റാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടു, ലേശം ഗരം മസാല, കുരുമുളക് പൊടി ഇത്തിരി കൂടുതലിരുന്നോട്ടെ. ഉപ്പ് ഒത്തിരി വേണ്ട, കാരണം നമ്മൾ സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. ചില്ലി സോസ് വേണമെങ്കിൽ ചില്ലി സോസ് ഇടാൻ. ഞാൻ ലേശം മുളക് പൊടി ചേർക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. ഇതിനകത്ത് വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ് ഒക്കെ ഇടാമേ. ഇനി സോയാ സോസ്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ പരുവമാണ്, ഞാനൊന്ന് നോക്കി. ഇത് മാരിനേറ്റ് ചെയ്തൊരു 10 മിനിറ്റ് വെക്കുന്നുവെങ്കിൽ നല്ലത്. അതല്ല ടൈമില്ല എങ്കിൽ പെട്ടെന്ന് ചെയ്യാം. ഞാനിത് മാരിനേറ്റ് ചെയ്ത് ഇച്ചിരി നേരം വെക്കുന്നു, കാരണം ആ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് റെഡിയാക്കാം. അതെ, ഇപ്പം സമയം രാത്രി 11:45. ഞാൻ മാവ് റെഡിയാക്കി. അതിനുശേഷം ചിക്കൻ മാരിനേറ്റ് ചെയ്തു, വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ട് കുളിച്ചിട്ട് വന്നു. രാവിലെ തീരുമാനിച്ചതായിരുന്നു ഇന്ന് വൈകിട്ട് ഇത് ചെയ്യണമെന്ന്. അപ്പോൾ അത് പ്രതീക്ഷിക്കാതെ 1-2 പേര് വന്ന് അവരുടെ കാര്യം പറഞ്ഞു. ഒത്തിരി ലേറ്റായിപ്പോയി. പോയപ്പോൾ 10 മണിയായി. അതിനുശേഷം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞെങ്കിൽ സാരമില്ല, ദിവസം നാളെ ഉണ്ടാക്കാം. അപ്പോൾ ഒരാൾക്ക് ഇപ്പം തന്നെ വേണം. എങ്കിൽ ഇപ്പം തന്നെ ചെയ്യും. ഒത്തിരി സമയം എടുക്കുമോ? സാരമില്ല. ഇങ്ങോട്ട് നോക്ക്, പറഞ്ഞ ഡയലോഗുകളൊക്കെ ഒന്ന് കേൾക്കട്ടെ. കുഴപ്പമില്ല. ഇവിടെ നേരത്തെ ഉറങ്ങിയാലും താമസിച്ച് ഉറങ്ങിയാലും ഒരു രീതിയിൽ അങ്ങ് എണ്ണിക്കുമല്ലേ. അതുകൊണ്ട് പിന്നെ കഴിച്ചൊക്കെ കിടക്കാം. ഞാൻ വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഒക്കെ തിന്നു തീർക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞെങ്കിൽ നാളെ ചെയ്യാം, സമാധാനത്തെ ചെയ്യാം എന്നും പറഞ്ഞില്ല.
നമുക്കിപ്പോൾ തന്നെ ഉണ്ടാക്കാം, സാരമില്ല, രാത്രി ആയാലും കുഴപ്പമില്ല, നമ്മൾ ബോംബെയിൽ എത്ര മണിക്കാണ് ഉറങ്ങുന്നേ എന്നൊക്കെ ഡയലോഗ് അടിച്ച്. അത് മാത്രമല്ല, ഞാൻ ഇതിൻ്റെ ഈ തൈര് എടുത്ത് നേരത്തെ പുറത്ത് വെച്ചിരുന്നു വൈകിട്ട്. പിന്നെ ചിക്കൻ എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു. എല്ലാം തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. അന്നേരമാണ് അവർ വന്നതേ. പിന്നെ കാര്യം പറഞ്ഞിരുന്നു, അതിനിടയ്ക്ക് വന്ന് നമുക്ക് റെസിപ്പി ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. സാരമില്ല, എന്തായാലും ചെയ്താൽ മാത്രമേ നാളെ മീൻ എടുക്കാൻ ജോസൻ കുറെ ദിവസമായി ജോസന മീൻ ചെയ്യാനുള്ള സമയം. ഈ മീൻ തീർന്നാലേ എനിക്കൊരു തല ഒപ്പിച്ചുകൊണ്ട് വരാൻ ഞാൻ ചോദിച്ചു പറഞ്ഞു വെച്ചേക്കുക. തല, വലിയ തല മീനിന്റെ. ഇത് കഴിഞ്ഞിട്ട് വേണം അതിലോട്ട് ചെയ്യാൻ. അതെന്താ ചെയ്യാനാ മീൻ തല? എന്തെങ്കിലും ചെയ്യാം, കറി വെക്കാനല്ലേ പറ്റൂ. മീൻ തല ഗ്രില്ല് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ, വലിയ തല. അയ്യേ ചീ, അത് ഗ്രില്ല് ചെയ്യത്തില്ലെന്ന് തോന്നുന്നു. അല്ല, അപ്പൊ കറിയല്ലേ പറ്റൂ. അല്ല, അത് കട്ട് ചെയ്ത് മസാല പുരട്ടി ഗ്രില്ല് ചെയ്യാം. അയ്യോ, അത് ടേസ്റ്റ് ഒന്നും കാണില്ല. അങ്ങനെ ചെയ്യുവോ? മീൻ തല ഗ്രില്ല് ചെയ്യോ? നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഇടണേ ഉണ്ടെങ്കിൽ അടുത്ത ദിവസത്തെ പരീക്ഷണം അതാണ്. ഞാൻ പരീക്ഷിക്കും. മീൻ തല കറിയേ ഞാൻ കേട്ടിട്ടുള്ളൂ, വേറെ ഒന്നും എനിക്കും അറിയില്ല. പണ്ട് ഞാനൊരു മീനിന്റെ അമൂർ എന്ന് പറയുന്ന ഒരു അറബികൾ ഉപയോഗിക്കുന്ന മീനിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ മീൻ പിന്നെ കണ്ടിട്ടേ ഇല്ല. അന്ന് കിട്ടിയത് എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് തപ്പും. അത്ര ടേസ്റ്റ് ആയിരുന്നു. അന്ന് റിജ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തപ്പി കിടന്നിട്ടൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ആ കടയിൽ നിന്ന് മേടിച്ച ആ മീൻ കടയിൽ നിന്ന് ഞാൻ പറഞ്ഞു, ഇനി അമൂർ വരുവാണെങ്കിൽ ഇന്ന നമ്പറിലോട്ടൊന്ന് വിളിച്ചു പറയണേ. എവിടെ? അവിടെ ഇരിക്കുന്ന ആള് എന്നെ ഓർക്കുന്നു പോലും. അയ്യോ, അപ്പൊ കുളിച്ചിട്ട് വന്നെന്ന് പറയുമ്പോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, കുളിച്ചിട്ട് താണ്ടെ മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചേക്കും, തല കഴുകില്ല കേട്ടോ. ഒത്തിരി ലേറ്റായിട്ട് രാത്രി ഞാൻ ദേഹം കഴുകത്തേ ഉള്ളൂ, തല കഴുകത്തില്ല. തല കഴുകേണ്ടപ്പോൾ നേരത്തെ ഒരു 5 മണി 6 മണി ആകുമ്പോഴേ കഴുകും കേട്ടോ. ലേറ്റായിട്ട് അങ്ങനെ ചെയ്യാറില്ല. വേണ്ടേ, സമയഭേദം കൂടാതെ സമയം ഇനിയെ കാജപ്രാശം തിന്നുന്നു. ഇല്ല, വൈകുന്നേരം കഴിച്ചില്ല. അയ്യോ, ഇമ്മ്യൂണിറ്റി പവർ കൂടും. 2 ദിവസം മുമ്പ് വാക്സിൻ എടുത്തായിരുന്നു. എന്താണ് വാക്സിൻ എടുത്തതിന്റെ അനുഭവം? കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരു ചെറിയ ശരീരവേദനയൊക്കെ, കൈവേദനയൊക്കെ. ആദ്യം വാക്സിൻ എടുത്തപ്പോൾ ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നു. പ്രാവശ്യം അതൊന്നും ഇല്ലായിരുന്നു. കൈവേദനയുണ്ട്, അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. 2 വാക്സിനും എന്റെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് പനീർ വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തിടാം. ഇതൊന്നും ഇല്ലാതെ വെജിറ്റബിൾ മാത്രം ഇട്ടും ചെയ്യാമേ. ചിക്കൻ വെച്ചെടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതിയേ. ഓരോന്നായിട്ട് മറിച്ചിടണോ അങ്ങനെയൊന്നും ഇല്ല. 5 മിനിറ്റ് അത്രയും മതി ഇത് വേവാനായിട്ട്. ചിക്കൻ നന്നായിട്ട് വെന്തു, നന്നായിട്ട് മൊരിഞ്ഞു. 5 മിനിറ്റിൻ്റെ ആവശ്യമുള്ളേ. കാരണം എല്ലില്ലല്ലോ. ഓഫ് ചെയ്യാം. ഇനി വലിയൊരു പാത്രം വെച്ച ശേഷം നമ്മൾ ഏതിനകത്താണോ പിസ്സ ഉണ്ടാക്കുന്നത് അത് ഇറക്കി വെക്കാൻ പരുവത്തിനുള്ള ഒരു പാത്രം വെച്ച ശേഷം നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യണം. ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കിടക്കട്ടെ. അടിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ ഉപ്പിടാം, ഇടാതെയും ചെയ്യാം. അപ്പം നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. റെഡിയായി. ഏത് പാത്രത്തിലാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനകത്ത് നമ്മുടെ ഇങ്ങനെയുള്ള പ്ലേറ്റ് ഇല്ലെങ്കിൽ ചോറുണ്ണുന്ന പ്ലേറ്റ് ഉണ്ടല്ലോ, അതെടുത്താലും മതി. ഷേപ്പിനുള്ള നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇത്തിരി മൈദയോ ആട്ടയോ ഇത് ഒന്നുകിൽ ചപ്പാത്തി പലകയുണ്ടല്ലോ അതിനകത്ത് വെച്ച് പരത്തിയിട്ട് ഇതിനകത്ത് വെക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ട് നന്നായിട്ട് എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ ചെയ്താലും മതി. ഒരേപോലെ ആവണം. അപ്പോൾ ഇത് പറ്റാത്തവർ ചപ്പാത്തി പലക ചെയ്താൽ മതി. കട്ടി കൂടിയും കുറഞ്ഞും ഇരിക്കരുത്, എല്ലായിടവും ഒരേപോലെ എടുത്തു നോക്കിയാൽ ഇതാ ഈ കട്ടിക്ക്. ചെറുതായിട്ടാണെങ്കിൽ ഇത് 2 എണ്ണം ഉണ്ടാക്കാമേ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇത്തിരി ഒന്ന് കുഴിച്ച് നമ്മുടെ ഫില്ലിംഗ് ഒന്നും പുറത്തോട്ട് പോകാതെ ഇരിക്കാനും. അതിനുശേഷം ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കാം.
ഇനി ഇതിലേക്ക് പിസ്സ സോസ്. നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഇല്ല എന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ചേർക്കാം. പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കണേ, അതാണ് ടേസ്റ്റ്. സോസ് പുരട്ടിയ ശേഷം ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടു. ഇങ്ങനെയുള്ള ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടു, അത് റെക്കോർഡായിട്ടില്ല. അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതുകൂടി ഇട്ട് കൊടുത്തു. ചിക്കൻ ആക്ച്വലി ഞാനിത് ഇത്രയും എടുത്തതേ 2 എണ്ണമായിട്ട് ഉണ്ടാക്കാമെന്നുള്ള ചിന്തയിലാണ് ഇത്രയും ചിക്കൻ എടുത്ത് പുറത്ത് വെച്ചത്. പക്ഷെ ഇപ്പോൾ രാത്രി ഇത്രയും സമയമായില്ലേ, അതുകൊണ്ട് പിന്നെ വിചാരിച്ചു എങ്കിൽ ഒറ്റ എണ്ണമായിട്ട് അങ്ങ് ഉണ്ടാക്കാമെന്ന്. 2 ചെറുതുണ്ടാക്കാമെന്നായിരുന്നു വെച്ചത്. ഇനി കുറച്ചുകൂടി ചീസ് ഗ്രേറ്റ് ചെയ്തിടാം. അപ്പോൾ ഇടയ്ക്ക് ക്യാമറയുടെ ബാറ്ററി തീർന്നതേ അറിഞ്ഞില്ല. ഇനി ഈ വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം. എൻ്റെ കയ്യിൽ ടൊമാറ്റോയും സവാളയും മാത്രമേ ഉള്ളൂ. അപ്പോൾ പിസ്സയ്ക്ക് ഒരു പ്രത്യേക മണവും ടേസ്റ്റും കിട്ടുന്നതാണ് ക്യാപ്സിക്കം. ഒരെണ്ണം ഉണ്ടായിരുന്നു, ഇന്നലെ ലാസ്റ്റ് ഞാനതൊരു സൂപ്പിനെടുത്തു. സവാള ഇതുപോലെയാണ്, ചെറിയ ചതുരം പോലെ. നിങ്ങളുടെ കയ്യിൽ കോൺ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇത് ഇറ്റാലിയൻ സീസണിങ് ആണ്, ഇത് തൈം ലീവ്സ് ആണ്, അല്ലെങ്കിൽ ഒറിഗാനോവും ഉണ്ട്. ഞാൻ ഒറിഗാനോ തൽക്കാലം ഇടുന്നില്ല. ഇതും ഒത്തിരി വേണ്ട. ആ പിസ്സയുടെ ഒരു മണം കിട്ടാൻ വേണ്ടി ലേശം. ഇനി മുകളിൽ ഞാൻ ചീസിൻ്റെ ഷീറ്റ് വെക്കാൻ പോകും. ആക്ച്വലി ഇത് എൻ്റെ കയ്യിൽ എക്സ്പയറി ഡേറ്റ് തീരാറായി, അപ്പം അതുകൊണ്ട് അതങ്ങ് തീർക്കാമെന്ന് വെച്ചു. ഇതിങ്ങനെ ചെറിയ പീസാക്കി ഇട്ടാൽ മതി. പിസ്സ എന്ന് പറയുമ്പോൾ ചീസാണേ കൂടുതൽ. ചീസ് മെൽറ്റായിട്ട് ഇരിക്കണം, അതാണ് മെയിൻ. കോഴി പോകുന്നിടോ. സമയം 12:30 രാത്രി. വെളുപ്പിന് രാത്രിയോ എങ്ങനെ എവിടെയെങ്കിലും പറയാം. ഇനി മുകളിൽ ചീസ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിടാം. വേറെ മോസറല്ല ചീസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇടാം. അപ്പോൾ ഇത് റെഡിയായി. മുകളിൽ ലേശം ടൊമാറ്റോ സോസ് ഒഴിക്കുകയാണെങ്കിൽ നിർബന്ധമില്ല. നന്നായിട്ട് ചൂടായി. ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഡയറക്റ്റ് വെക്കരുത്, ഡയറക്റ്റ് പാത്രവുമായിട്ട് ടച്ച് ആവരുത്. ഇനി മീഡിയം തീയിലിട്ടിട്ട് നമുക്ക് ഒരു 15-20 മിനിറ്റ് ഇടയ്ക്കൊന്ന് നോക്കണം നന്നായിട്ട് മെൽറ്റായോന്ന്. ഇപ്പം ഏകദേശം ഒരു 20-25 മിനിറ്റായി. എന്താ ഒരു മണം! ഇതേണ്ട ഈ ചീസൊക്കെ ഉണ്ടല്ലോ നല്ലതായിട്ട് മെൽറ്റാവും, അതാണ് കണക്ക്. സൈഡിൽ നിന്നൊക്കെ ഇത് നന്നായിട്ട് ബ്രൗൺ ആവാൻ തുടങ്ങി വരുന്നു. ഇപ്പം കറക്റ്റായിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം, എന്നിട്ട് മാറ്റാം. കൈ കൊള്ളാതൊക്കെ എടുത്ത് മാറ്റണേ. പക്കടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇവിടെ പക്കടുണ്ട് എനിക്ക്, പക്ഷേ അതിനേക്കാളും പ്രാക്ടീസ് ഇങ്ങനെ എടുക്കുന്നതാണ്. പാത്രം കരിഞ്ഞു പോകുമോ എന്ന് സംശയമുള്ളവർക്ക് കണ്ടോ, പാത്രത്തിന് ഒരു പ്രശ്നവും വന്നിട്ടില്ല. കണ്ടില്ലേ? പിന്നെ നമ്മുടെ കിടിലൻ പിസ്സ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഇത് കണ്ടോ, അടിയിൽ നിന്ന് വിട്ട് വരുന്നേ. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയാണ്. ഒട്ടിപ്പിടിച്ചിരിക്കുമോ, വേവുമോ, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ കാണുമല്ലോ. കണ്ടോ, അടിഭാഗം കരിഞ്ഞിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആണേ. അപ്പം ഒന്ന് കട്ട് ചെയ്യാം. പിസ്സ കട്ടർ ഇല്ല എൻ്റെ കയ്യിൽ, അതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തതിലേ നിവർത്തിയുള്ളൂ. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതാ അരികൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിസ്സായേ പിസ്സായേ പിസ്സായേ. ഞാൻ വിചാരിച്ച് ഇവിടെ സിറ്റ് ഔട്ട് ഇരിക്കുവാണെന്ന്. ഉറങ്ങി എണീറ്റാണ് മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്. ഒരു ആക്റ്റീവ് അല്ലാതെ മയങ്ങിയിരിക്കുന്നു. ആര് പറഞ്ഞു പോയി കിടന്നുറങ്ങാൻ? സമയം എന്താ എന്നറിയാമോ? ഞാൻ നിങ്ങളെ കാണിക്കാം. വെളുപ്പിന് 1 മണി. വെളുപ്പിന് 1 മണിക്ക് പിസ്സ തിന്നുന്ന ജോസ്ചായൻ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഉള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കണേ. ജോസനെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കാമെന്ന് വെച്ചാൽ ഇന്നിനി നടക്കത്തില്ല. അപ്പോൾ ഇതാണ് രാത്രി വിശേഷം, പാതിരാ വ്ളോഗ് ഞങ്ങളുടെ. എന്താ പറയാനുണ്ട്?
എല്ലാരും ഒന്ന് ചെയ്യുക. ഓക്കെ, അപ്പോൾ പിന്നെ കാണാം. ബൈ. ഗോഡ് ബ്ലസ് യു.